നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് പ്രസ് ഫോറത്തിന്റെയും മഖ്ദൂമിയ എഡ്യൂക്കേഷണൽ സൊസൈറ്റി കുട്ടിക്കുന്ന് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് പ്രസ് ഫോറവും മഖ്ദൂമിയയും സംയുക്തമായി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം വ്യത്യസ്ത അനുഭവമാണ് സമ്മാനിച്ചത്. ലഹരിക്കെതിരെയും ലഹരി വ്യാപനത്തിനെതിരെയും കൂത്തുപറമ്പിലെ പത്രപ്രവർത്തകരും മഖ്ദൂമിയ ഭാരവാഹികളും ജനപ്രതിനിധികളും റമദാൻ നോമ്പിനെ സാക്ഷി നിർത്തി പ്രതിജ്ഞയെടുത്തു. നമ്മുടെ കുതിപ്പ് രാജ്യ പുരോഗതിക്ക് വേണ്ടി ലഹരിയുടെ വ്യാപനം സമൂഹത്തെ വികൃതമാക്കുന്നു. രാജ്യത്തെയും കുടുംബ സംവിധാനത്തെയും മനുഷ്യത്വത്തെയും അപകടത്തിലാക്കുന്ന മദ്യ ലഹരി വസ്തുക്കൾക്കെതിരെ ഇഫ്താർ സംഗമം കൂത്തുപറമ്പ് CI ഗംഗപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യൻ ആകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ചവരും ഇനിയും സംസാരിക്കുന്നവരും ഒക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടും സന്തോഷപ്രദമായ ഈ വേളയിൽ ഇവിടെ ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ കൂടി ചെയ്യുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ ഒരു കിറ്റ് നൽകുന്നുണ്ട്. ഒപ്പം കുറേ കുഞ്ഞുങ്ങളെ എനിക്ക് കാണുവാൻ പറ്റി, കുട്ടികളെ എനിക്ക് കാണുവാൻ പറ്റി. ഇന്ന് തലമുറ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിപത്ത്, ഒരു കാടമുള വിഷം പോലെ നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദുസ്വപ്നം, ലഹരിയുടെ കരാളഹസ്തം സമൂഹത്തെ ആകമാനം വ്യാപിച്ചിരിക്കുകയാണ്. പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ച് വരുന്ന മേഖലയും ഈ ലഹരിയുടെ ഉപയോഗത്തിൻ്റെയും ദൂഷ്യഫലങ്ങളുടെയൊക്കെ ബോധവൽക്കരണവും അതിൻ്റെ പ്രിവെൻഷനും ഒക്കെയാണ്. പ്രസ് ഫോറം പ്രസിഡന്റ് N ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. കൂത്തുപറമ്പ് പ്രസ് ഫോറവുമായി ചേർന്ന് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മഖ്ദൂമിയ നേതൃത്വത്തിലാണ് നോമ്പ് തുറ സംഘടിപ്പിച്ചത്. ഇത്തവണയും അത്തരത്തിലുള്ള നോമ്പ് തുറയെ കാര്യം സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റഷീദ് സഖാഫി നമുക്ക് മഖ്ദൂമിയയിൽ വെച്ച് ഇത്തവണ ഒരു കൂടിച്ചേരൽ നടത്തിയാൽ എന്താണ് എന്നുള്ളൊരു ചോദ്യം മുന്നോട്ട് വെച്ചപ്പോൾ നമ്മളത് സ്നേഹബുദ്ധിയാ സ്വീകരിക്കുകയും ഇന്ന് ഈ അങ്കണത്തിൽ എത്തിച്ചേരുകയുമാണ് ചെയ്തത്. മഖ്ദൂമിയ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സഫാക്കി മെരുമ്പായി സന്ദേശ പ്രഭാഷണം നടത്തി. മുനിസിപ്പൽ കൗൺസിലർ അബ്ദുൾ റഹ്മാൻ MN, അബൂബക്കർ സാഹിബ്, അബൂട്ടി സാഹിബ്, U റിയാസ്, അബ്ദുൽ ജലീൽ സഫാക്കി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഫൈലൂർ റഹ്മാൻ ഇർഫാനി മുഖ്യ പ്രഭാഷണം നടത്തി. പത്രപ്രവർത്തകർക്കുള്ള റമദാൻ സമ്മാനം CI പ്രസ് ഫോറം സെക്രട്ടറി T രവീന്ദ്രന് കൈമാറി. CK അബ്ദുൽ അസീസ് ചടങ്ങിന് നന്ദി പ്രകാശനം നടത്തി. വർഷങ്ങളായി നടത്തിവരുന്ന ഇഫ്താർ സംഗമം ഈ സായാഹ്നത്തിൽ നോമ്പ് തുറയോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് നടക്കുകയാണ്. നമ്മളെല്ലാവരും ഒന്നാണ് എന്ന്, രണ്ടല്ല എന്നും, എല്ലാവരും മനുഷ്യരാണ്, സിരകളിൽ ഓടുന്നത് ഒരേ നിറത്തിലുള്ള ചോരയാണ്, വിചാരങ്ങളും ഭാവനകളും വീക്ഷണങ്ങളും വ്യത്യസ്തമാണെങ്കിലും മനുഷ്യരായി എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഒരേ വേദിയിൽ എപ്പോഴും ഒരുമിച്ചിരിക്കേണ്ടവരാണ്. തീർച്ചയായും നോമ്പുകാലത്ത് മുസ്ലിമീങ്ങളാണ് ഒരു ആരാധനാഭാവത്തോടുകൂടെ ആരാധനയായി നോമ്പ് അനുഷ്ഠിക്കുന്നത്. അതോടൊപ്പം അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അമുസ്ലിം സഹോദരങ്ങൾ എമ്പാടും ആളുകൾ നോമ്പനുഷ്ഠിക്കുന്ന കാഴ്ച വർഷങ്ങളായി നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. പ്രസ് ഫോറത്തിലാകുമ്പോൾ നമ്മളെല്ലാ പത്രക്കാരും എത്തിപ്പെട്ട് പരിപാടിയൊക്കെ തുടങ്ങാൻ ഇതിലും ചിലപ്പോൾ ലേറ്റ് ആകും. ഉദ്ഘാടകരെ കാത്തു നിൽക്കാറുണ്ട്. അങ്ങനെ ഒരു നോമ്പ് തുറ മാത്രമായിട്ട് നമ്മൾ പലപ്പോഴും പിരിയാറുണ്ട്. ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അന്തേവാസികളും പ്രവർത്തകരും സഹകാരികളും എല്ലാവരും കൂടെ കുറച്ചുകൂടെ ആൾ കൂടാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു പ്രോജ്വലത നൽകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി എപ്പോഴും നോമ്പ് തുറ ഇവിടെ ആയാലോ എന്ന് നമ്മുടെ പ്രസ് ഫോറത്തിൻ്റെ ഭാരവാഹികളോട് സ്നേഹപുരസ്സരം ഞാൻ ഉണർത്തുകയാണ്. മറ്റുള്ളവരുടെ ഇന്ന് ലോകത്ത് യുദ്ധം പോലും പൊട്ടി പുറപ്പെടുന്നത് വിശപ്പിൻ്റെ പേരിലാണ്, ഭക്ഷണത്തിൻ്റെ പേരിലാണ്. നമ്മൾ കാണുന്നുണ്ട് ഫലസ്തീനിലും അതുപോലെയുള്ള ഭക്ഷണം കിട്ടാത്ത രാജ്യങ്ങളിലുമൊക്കെ ഒരു നേരത്തെ അന്നം കിട്ടാൻ വേണ്ടി
പാടുപെടുന്നതും. സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ.